മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമ്മിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ജ്യോതിഷം ഒരു ഭീകരവാദമായും മന്ത്രവാദി ഒരു ഭീകരവാദിയായും തീരുകയാണ്. ചരടുകെട്ടാൻ കാത്തു നിൽക്കുന്ന കേരളം ആഭിചാരക്രിയകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പ്രിയപ്പെട്ട നാടായി തീരുകയാണ്. ബാധ ഒഴിയാത്ത കേരളം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. കോഴിക്കോട് സയൻസ് ട്രസ്റ്റ് സെക്രട്ടറിയും യുക്തിവാദിയുമായ ശ്രീ PS സിദ്ദിഖ്, ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ ശ്രീ TP മുഹമ്മദ് ഷമീം, അറബി ചികിത്സകനും കുത്തുറാത്തീബ് സംഘാടകനുമായ ശ്രീ ഇർഷാദ് മുസ്ലിയാർ, പ്രമുഖ ജ്യോതിഷി ശ്രീ KB മോഹൻ പണിക്കർ, ഒപ്പം വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ളത്. താങ്കൾ ഈ കുത്തുറാത്തീബ് സംഘാടകൻ എന്നാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അതെന്താണെന്ന് ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലർക്കല്ലാതെ. എന്താണെന്ന് വിശദീകരിക്കാമോ? കേരളത്തിലെ നടക്കുന്ന ഒരു മതാചാര കാര്യമാണ് ഈ കുത്തുറാത്തീബ്. കേരളം മൊത്തം, തെക്കൻ കേരളത്തിൽ അങ്ങനെ വേരോടിയിട്ടില്ല എങ്കിലും വടക്കൻ കേരളത്തിൽ മൊത്തം അതുകൊണ്ട് ഏതാണ്ട് എറണാകുളം മുതൽ വടക്കോട്ട് കാസർഗോഡ് വരെ. അര മിനിറ്റ് കൊണ്ടൊന്ന് വിശദീകരിച്ചാൽ. ആരാണ് വരുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്താണ് ഫലം? അതിനുവേണ്ടി നോമ്പെടുത്ത് വരുന്നവർ ഞങ്ങൾ തങ്ങന്മാർ കൊടുക്കുന്ന കത്തി കൊണ്ട് അവരുടെ ശരീരത്തെ മുറിക്കുകയും നാക്കുപോലുള്ള അവയവങ്ങളെ മുറിച്ച് അവിടുത്തെ ഞങ്ങളുടെ ശൈഖന്മാരുടെ അല്ലെങ്കിൽ മുൻകടന്നു പോയ ആൾക്കാരുടെ ശക്തിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് കുത്തുറാത്തീബ്. എത്ര കാലമായി അങ്ങ് തുടങ്ങിയിട്ടത്? ഞാൻ 21 വർഷമായി. പാരമ്പര്യമായി കിട്ടിയതാണോ? ഇല്ല, ഞാൻ ഓതി പഠിച്ചുണ്ടാക്കിയ കാലത്ത് അങ്ങനെ സംഘടിപ്പിച്ച്. കുത്തുറാത്തീബിന്റെ ആദ്യത്തെ പ്രവാചകൻ താങ്കളാണ്, അല്ലെങ്കിൽ തുടക്കക്കാരൻ? അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് മുൻഗാമികളായ ഒരുപാട് ആൾക്കാരുണ്ട്, വലിയ വലിയ തങ്ങന്മാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അവരുടെയൊക്കെ പിൻഗാമിയാണ്. ഇർഷാദിന്റെ ഒരു പ്രസക്തമായ ചോദ്യം ഇതാണ്, അതിന് അങ്ങേക്ക് ഉത്തരം അറിയാമെങ്കിൽ പറയുക. 1954 ഡ്രഗ്സ് ആൻഡ് റെമഡിയൽ മാജിക് ഒബ്ജക്ഷനബിൾ അഡ്വർടൈസ്മെന്റ് ആക്ട് പ്രകാരം താങ്കളെ ഇതുവരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ മാജിക് കാണിക്കാത്തതുകൊണ്ട്. ഈ കുത്തുറാത്തീബ് ഒരു മാജിക്കൽ അല്ലെങ്കിൽ പിന്നെ എന്താണ്? അഥവാ വളരെ മാരകമായ അന്ധവിശ്വാസവും ആഭിചാരവും അല്ലെങ്കിൽ അതെന്താണ്? അതെങ്ങനെയാണ് അത് കുത്തുറാത്തീബ്? ഒരു മതം വെച്ച് പുലർത്തുന്ന ആചാരത്തെ എങ്ങനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്? എറണാകുളം മുതൽ കോഴിക്കോട് വരെ മാത്രം പുലർത്തിയാൽ അതെങ്ങനെ ഒരു മതത്തിന്റെ ആചാരമാവും? തെക്കോട്ട് അതിന് ഇസ്ലാം ഇല്ലേ? ഇതിൽ തെക്കോട്ട് മുസ്ലിമീങ്ങളുണ്ട്, ഇസ്ലാമും ഉണ്ട്. പക്ഷേ വടക്കൻ കേരളത്തിലാണ് ഇതിന് കൂടുതൽ പ്രചാരം. അതാണ്, അങ്ങനെയാണ് ഒരു അവസ്ഥ. ഇപ്പൊ ഈ മറ്റുള്ള പല തെയ്യ കലാരൂപങ്ങളും തെക്കോട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തെക്ക് ഹിന്ദുക്കളില്ല എന്നാണ് അർത്ഥം. അല്ല, അങ്ങനെയല്ല. അപ്പൊ അത് തെക്ക് അതിന് പ്രചാരം വലുതായിട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല. ഏകദേശം എത്ര ആളുകൾ താങ്കളുടെ അടുത്ത് വന്നിട്ടുണ്ടാവും ഒരു കണക്കെടുത്താൽ റഫായിട്ട്? ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പരിപാടികൾ ഞാൻ നടത്തി. ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ? മരിക്കും എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു മുസൽമാൻ ദേഹത്തെ മുറിവേൽപ്പിക്കുന്നത് ശുദ്ധ ഹറാമാണ്, തെറ്റാണ്. അങ്ങനെ ചെയ്യാറില്ല. നാവ് മുറിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നാവ് മുറിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ടോ? പിന്നെ സംശയം എന്താ? എന്നിട്ടും താങ്കളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല? ഞാനായിട്ട് മുറിപ്പിക്കുന്നതല്ല, അത് അവിടെ വരുന്ന ആ ശക്തികളും ആ കറാമത്ത് മീൻസ് അവിടെ ഞങ്ങളുടെ മുൻഗാമികൾ ചെയ്തു തന്ന ഒരു രീതിയിൽ അതിന്റെ ഒരു അന്തസത്തയാണ് അവിടെ കാണിക്കുന്നത്. എന്താവശ്യമായിട്ടാണ് അവർ താങ്കളുടെ അടുത്ത് വരുന്നത്? പ്രധാനമായിട്ടും വരുന്നവരുടെ ഇതൊരാവശ്യം, ഒരു വലിയ കാര്യം. ഇപ്പൊ ഇന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മോളുടെ കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു വിഷയം നടക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ എൻ്റെ ബിസിനസ് മുന്നോട്ട് നടക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു അർച്ചന ഇത് കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ അത് നടന്നു കഴിയുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം. മുറിഞ്ഞു കഴിയുന്ന ശരീരവുമായിട്ട് അവർ വെറുതെ പോവുകയാണോ? പിന്നീട് അല്ലല്ല, ഒരിക്കലും ഒരിടത്തും പോകേണ്ടി വരുന്നില്ല. അത് കാണാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് നിങ്ങളെ ക്ഷണിക്കുന്നു. എവിടെ ഉണ്ടെങ്കിലും നമുക്ക് അത് വന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഈ പരിപാടി സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമുണ്ട്. അത് നടക്കും, ഉറപ്പായിട്ടും. അതിന് യാതൊരു സംശയമില്ല. ഷമീം, വളരെ പ്രസക്തമായൊരു ചോദ്യം. ഇതൊരു മതാചാരമാണ് കുത്തുറാത്തീബ് പോലെയുള്ള മന്ത്രവാദ ചടങ്ങ്. കുത്തുറാത്തീബ് യഥാർത്ഥത്തിൽ ഖുർആനിലോ ഹദീസിലോ ഒന്നും വേരുകളില്ലാത്ത, മതപ്രമാണങ്ങൾ സാധൂകരിക്കാത്ത ഒരാചാരമാണ്. ഇവിടെ തന്നെ പറഞ്ഞു, പിന്നെ എറണാകുളം മുതൽക്ക് വടക്കോട്ട് കേരളത്തിൽ മാത്രമുള്ള ഒരു ആചാരം. വേണമെങ്കിൽ ഒരു അനുഷ്ഠാന കല എന്ന നിലക്കൊക്കെ അല്ലെങ്കിൽ ഒരു സംസ്കാരം എന്ന നിലക്കൊക്കെ അതിനെ സമീപിക്കാമോ എന്നുള്ളത് വേറെ വിഷയമാണ്. അപ്പോഴും ഇതിൻ്റെ ഒരു മാരകത്വം ഒരു വലിയൊരു ഘടകമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരീരം മുറിപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും ഒരു ആത്മീയമായ പുണ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അങ്ങനെ പ്രവാചകൻ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ വേദഗ്രന്ഥങ്ങളിലൊന്നും കാണാൻ കഴിയില്ല. ശരീരം ഇനിയിപ്പം മുറിപ്പെടുത്താം, അവനവൻ ഏൽക്കുന്ന മുറിവുകൾ പരന് വേണ്ടിയുള്ളതായിരിക്കണം. എന്തെങ്കിലും ഒരു സാമൂഹികമായ നേട്ടം ലക്ഷ്യം ഇല്ലാത്ത ഇത്തരം പരിപാടികൾ അസംബന്ധം എന്നല്ലാതെ വേറൊന്നും വിചാരിക്കാൻ പറ്റില്ല. ബാധ ഒഴിപ്പിക്കാനെത്തിയ യുവതി ചവിട്ടേറ്റ് മരിച്ചാൽ അത് ഏത് മതം പ്രകാരം അല്ലെങ്കിൽ മതാചാര പ്രകാരം അതിനെ ന്യായീകരിക്കാൻ കഴിയും? ഒരു മതാചാര പ്രകാരവും അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ബാധ കൂടുന്നുമില്ല. ബാധ ചവിട്ടേറ്റിട്ട് കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് ശക്തമായ നടപടി ഗവൺമെന്റ് കൈക്കൊള്ളണം. ബാധ എന്നൊന്നുണ്ടോ? ബാധ എന്ന അതൊരു മാനസിക പ്രതിഭാസമാണ്. അതിലൊക്കെ മനഃശാസ്ത്രജ്ഞന്മാർ അത് വളരെ കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ടുണ്ടാവുന്നു. ഇത് സാധാരണഗതിയിൽ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയുന്ന കേരളത്തിലുള്ള ഓരോരുത്തർക്കും അറിയാം ഇത്. എന്നിട്ടും പിന്നെ ഏത് മന്ത്രവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വിശ്വാസങ്ങളുടെ പുറകെ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. അവർ പലപ്പോഴും മതത്തെ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് അത് ഇത്തരം ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടാറില്ലേ മതാചാര്യന്മാരുടെ? തീർച്ചയായിട്ടും മതത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ അവസരത്തിൽ വളരെ വ്യവസ്ഥാപിതമായിട്ട് തന്നെ, ഇപ്പം ഞാൻ അത് പറയുമ്പോൾ കുറച്ച് കൂടുതൽ പറയണം. പിന്നെ ചുരുക്കി പറയാൻ ശ്രമിച്ചാൽ, പ്രവാചകന്മാർ യഥാർത്ഥത്തിൽ ആളുകളെ വിമോചിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവാം, വിമോചിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അതേ അവസരത്തിൽ വളരെ അധികം താമസിയാതെ തന്നെ ഈ ഒരു പ്രവാചകന്മാരുടെ ഒരു ദർശനം, മതം എന്നൊക്കെ പറയുന്നത് ഏതൊരു അധീശത്വ വ്യവസ്ഥയെ പ്രവാചകന്മാർ നിരാകരിക്കുകയാണ് ചെയ്തതെങ്കിൽ അതേ അധീശത്വ വ്യവസ്ഥയുടെ ടൂളായിട്ട് മതം മാറുകയാണ്. അങ്ങനെ മാറുന്ന പിന്നെ മതം പിന്നീട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെടുന്നു. പിന്നീട് അതിലൊരുപാട് ഡോഗ്മകൾ കടന്നുകൂടുന്നു. ആളുകൾക്ക് മനസ്സിലാകാത്തൊരുതരം മിസ്റ്റിക് വിഭ്രാന്തികളായിട്ട് മാറുന്നു. ഒരുതരം ഈ കേക്ക് ഓഫ് കസ്റ്റം എന്ന് പറയും, ഈ പിന്നെ ആചാരങ്ങളുടെ ഒരു മുരി, അതിനകത്ത് വളരെ യാഥാസ്ഥിതികവൽക്കരിക്കപ്പെട്ടു പോകുന്നു. ഒരുപക്ഷെ ഭൗതികമായിട്ടും വിജ്ഞാനത്തിലും മറ്റും മറിച്ചൊക്കെ ആ സമൂഹം പുരോഗതി നേടി എന്ന് വരാം. എന്നിരുന്നാൽ പോലും ഇത്തരം ജഡികമായിട്ടുള്ള ആചാരങ്ങളും മറ്റുമൊക്കെ വളരെ പരമ്പരാഗതമായിട്ട് പാരമ്പര്യത്തോടുള്ളൊരു ഭ്രമം എന്ന നിലക്ക് നിലനിർത്തി പോരുകയും ചെയ്യും. ഞാനൊരു വളരെ പ്രൊവോക്കിംഗ് ആയ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. അതായത് നിലവിലിരിക്കുന്ന കേരളത്തിന്റെ സാമൂഹിക പരിസ്ഥിതിയിൽ ഏറ്റവും കൂടുതൽ മന്ത്രവാദത്തിന് അനുകൂലമായ പരിസ്ഥിതിയോ ഘടനയോ ഉള്ളത് ഇസ്ലാം മതവിശ്വാസത്തിനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മിക്കവാറും എല്ലാ സമുദായങ്ങളിലും ഇങ്ങനെയുള്ളതാണെന്നാണ് വാർത്തകൾ വായിക്കുമ്പോഴും റിപ്പോർട്ടുകൾ കാണുമ്പോഴും. നോക്കൂ, കേരളത്തിലെ ഒരു പാർട്ടിയുടെ ഒരു പ്രമുഖ വീട്ടിൽ വെച്ച് തന്നെ വെള്ളം ഓതിക്കൊടുക്കുന്ന ചടങ്ങ് പരക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് നിർബാധം തുടരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഓതിക്കൊടുക്കുന്ന വെള്ളം ഇസ്ലാം മതവിശ്വാസവുമായി ഇങ്ങനെ ചേർന്ന് പോകും. ഊതിക്കൊടുക്കുന്ന വെള്ളം ഇത് പിന്നെ യഥാർത്ഥത്തിൽ മനുഷ്യന് മാനസികമായിട്ട് എന്തെങ്കിലും ഒരു സംതൃപ്തി അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്തരത്തിൽ ആചാരങ്ങളല്ല യഥാർത്ഥത്തിൽ മതം. ഇത് ഒരർത്ഥവും ഇല്ലാത്ത ഒരുപാട് ആചാരങ്ങൾ ഇതിനകത്ത് കടത്തിക്കൂട്ടിയതുകൊണ്ട് മനുഷ്യർക്കോ സമൂഹത്തിനോ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അവരെ വീണ്ടും വീണ്ടും ഈ ഒരു തരം പിന്നെ ഇരുട്ടറയിൽ ആഴ്ത്തുക എന്നുള്ളതല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം സംഗതികളെ നമ്മൾ ഒരു പ്രമാണം വെച്ചിട്ടും ന്യായീകരിക്കേണ്ടതില്ല. റൈറ്റ്. മോഹൻ പണിക്കർ, വളരെ പ്രസക്തമായ ഒരു ചോദ്യം. ഈ ജ്യോതിഷം വളരെയധികം ഡിമാൻഡുള്ള, മാർക്കറ്റുള്ള ഒരു ബിസിനസ്സായി കേരളത്തിൽ വളർന്നു കഴിഞ്ഞു. അങ്ങയുടെ അടുത്ത് വരുന്ന ജ്യോതിഷികൾ അല്ലെങ്കിൽ ജ്യോതിഷം തേടി വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ 2 വർഷത്തിനിടെ? തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ജ്യോതിഷം. കാരണം ഇന്ന് പലരും പൊതുവേദിയിൽ അതിനെ വിമർശിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന എങ്കിൽ കൂടി കറക്റ്റായിട്ട് അവർ പിന്നെ ജ്യോതിഷെടുത്ത് വരികയും കാര്യങ്ങൾ അന്വേഷിക്കും. വിവാഹം മറ്റേ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ പോലും അല്ലെങ്കിൽ മറ്റെല്ലാ തരത്തിലും ജ്യോതിഷം സമീപിക്കാത്ത ഒരു സംഭവം ഇനി ഉണ്ടാവില്ല. കാരണം പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്ന പ്രവൃത്തി കാലാനുകാലങ്ങളായിട്ട് അനുവർത്തിച്ചു പോരുന്ന ഈ സംഭവം, ഈ ജ്യോതിഷം ഒരിക്കലും കാലഹരണപ്പെട്ടിട്ടില്ല. കാരണം അതിൽ സത്യമുണ്ട് എന്ന ഒറ്റ കാരണങ്ങൾ തന്നെ. എന്തുകൊണ്ട് കേരളത്തിലെ ജ്യോതിഷികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല? കേരളത്തിൽ ജ്യോതിഷികളെ പോലീസ് അറസ്റ്റിൻ്റെ ഒരു ആവശ്യമില്ല. കേരളത്തിൽ ഈ ജ്യോതിഷം എന്ന് പറഞ്ഞ ശാസ്ത്രം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പാരമ്പര്യമായിട്ട് ചേർന്ന ഈ ശാസ്ത്രം ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ല. കാരണം കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ അങ്ങേക്ക്? എനിക്ക് ഒരിക്കലും വിശ്വാസം, ഞാൻ ചരടുകെട്ടലിൽ വിശ്വാസം ഒരിക്കലും വിശ്വാസമില്ല. 24 കെട്ടിൽ വിശ്വാസം. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരിക്കലും ചരടുകെട്ടലോ അല്ലെങ്കിൽ മറ്റുള്ള ദുർമന്ത്രവാദമോ അല്ലെങ്കിൽ മറ്റുള്ള കലാപരിപാടികളല്ല. ചൊവ്വാദോഷം ഒരിക്കലും ഇല്ല. ഞാൻ ഒരുപാട് പെൺകുട്ടികൾ കേരളത്തിൽ ഇന്ന് ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരുപാട് സംഭവമുണ്ട്. കാരണം ചൊവ്വാദോഷം എന്ന് പറയുന്ന സംഭവം ഇല്ലതരെ ഇല്ല എന്നല്ല. പ്രത്യേക കേന്ദ്രങ്ങളിൽ, പ്രത്യേക സ്ഥലത്ത്, പ്രത്യേക രാശികളിൽ നിന്നാൽ അതിന് ദോഷം സംഭവിക്കും എന്നല്ല. അതിന് പ്രതിവിധികൾ ആ ജാതകത്തിലോ അല്ലെങ്കിൽ ആ ജനന അപഹാരം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ട്. രാഹുവിൻ്റെയും ശനിയുടെയും അപഹാരങ്ങൾ ചില കാലയളവിൽ വന്നാൽ തീർച്ചയായിട്ടും അതിന് ദോഷങ്ങൾ സംഭവിക്കാം. സിദ്ദിഖ്, അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിൽ മതം ഇതിനെ എങ്ങനെ സാധൂകരിക്കുന്നു, ഈ 2 അനാചാരങ്ങളെയും? നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തായിട്ട് നടക്കുന്ന സംഭവങ്ങൾ, ഇപ്പം അസീന എന്ന് പറയുന്ന പെൺകുട്ടി, 26 വയസ്സായ പെൺകുട്ടിയെ ജിന്ന് ബാധിച്ചു എന്ന അതിൻ്റെ പേരിൽ എന്ന് ആരോപിച്ച് പട്ടിണിക്കിടുകയും അതിദാരുണമായിട്ട് അടിച്ചു കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം നമ്മൾ പത്രത്തിലൂടെ വായിച്ചു. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്ത, മിറർ പത്രത്തിൽ നിന്നും കോട്ട് ചെയ്തിട്ട് മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്ത ന്യൂസ് നമ്മുടെ ആരെയും ശ്രദ്ധയിൽപ്പെടാതെ പോയൊരു ന്യൂസുണ്ട്. മഹാരാഷ്ട്രയിൽ
അന്ധശ്രദ്ധാ നിർമ്മൂലന സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഈ സംഘടനയുടെ നേതാവായിരുന്ന നരേന്ദ്ര ദബോൽക്കറെ ഒരു വർഷം മുമ്പ് ആൾദൈവ ഗുണ്ടകൾ വെടിവെച്ച് കൊന്നു. അദ്ദേഹത്തിൻ്റെ കേസ് പോലീസ് അന്വേഷിക്കുകയും പോലീസ് അന്വേഷണത്തിലൊരു തുമ്പും കിട്ടാതായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു സന്യാസിയെ ഒരു മന്ത്രവാദിയെ വിളിച്ചു വരുത്തുകയും മന്ത്രവാദി കവടി നിരത്തി ദബോൽക്കറിൻ്റെ ആത്മാവുമായി സംവേദിച്ച് പ്രതിയെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത. ഇവിടെ ഹസീന അടിച്ചു കൊല്ലപ്പെട്ടതിൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. കാരണം ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സെക്കുലറായി നിലനിൽക്കേണ്ട ഒരു ഒന്നാണ്. നമ്മുടെ മതങ്ങൾ പഠിപ്പിക്കുന്ന എന്താണ്? ചെറുപ്പം മുതൽ ചെറിയ കുട്ടികൾ മദ്രസയിൽ പോകുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റ് ദേവാലയങ്ങളിൽ പോകുമ്പോഴൊക്കെ പഠിപ്പിക്കുന്നത് ആത്മാവ്, പരലോകം, പുനർജന്മം, ജിന്ന്, പിശാജ്, കൂടോത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതാത്ത ഒരു മതഗ്രന്ഥവും ഭൂമിയിലില്ല. ഈ കാര്യങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഹസീനെ അടിച്ചു കൊല്ലുമ്പോൾ സ്വന്തം പിതാവും മാതാവും നോക്കി നിൽക്കുകയാണ് അടിച്ചു കൊല്ലുന്നത്. എന്താണ്? ജിന്ന് ബാധ ഒഴിപ്പിക്കാൻ ഇതാണ് ഏക മാർഗം എന്ന് ശക്തമായിട്ട് അവർ വിശ്വസിക്കുന്നു. അത്തരം അന്ധവിശ്വാസത്തിലേക്ക് അടിപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരിൽ ചെറുപ്പത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മതബോധത്തിൻ്റെ പ്രശ്നമാണ്. ഈ മതബോധമാണ് അവരെ കൊണ്ട് ഇത്തരം കാടത്തം ചെയ്യുമ്പോഴും സ്വന്തം കുട്ടിയെ അടിച്ചു കൊല്ലുമ്പോഴും അതിനെതിരെ ഒരു വാക്ക് പോലും ഉരിയാടാതെ ഇതിന് മൂകസാക്ഷിയായി ആകേണ്ടി വരുന്നത്. ഇതിന് വേണ്ട ചികിത്സ എന്ന് പറയുന്നത് മനുഷ്യരിൽ ശാസ്ത്രീയമായ അവബോധം ഉണ്ടാക്കുക. സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന സംഗതിയുണ്ട്. മനുഷ്യൻ ഒരു ജീവിതത്തിൽ യുക്തിപരമായി സ്വീകരിക്കേണ്ട സമീപന രീതികളുണ്ട്. അത് മതത്തിൽ നിന്നല്ല പഠിക്കേണ്ടത്. ലോകത്തിൽ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ മതത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു സംഗതികളും ഇല്ല എന്നുള്ളതാണ്. ഇർഷാദ്, താങ്കളുടെ അടുത്ത് ഈ കുത്രത്തീപുമായി വേണ്ടി വരുന്ന ആളുകളുടെ പശ്ചാത്തലം എന്താണ്? പല ആളുകളും ഏത് തരം വിദ്യാഭ്യാസം ഒരു കാര്യം, ഈ ഹസീനായെ അടിച്ചു കൊല്ലുന്നതും നിധി കണ്ടെടുക്കുന്നതൊന്നും മന്ത്രവാദമല്ല. എല്ലാത്തിനും ഓപ്പോസിറ്റ് ഉണ്ട് സാർ. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ മന്ത്രവാദം? ദൈവത്തിന് പിശാച് ഓപ്പോസിറ്റ് ആണ്, സ്ത്രീക്ക് പുരുഷൻ ഓപ്പോസിറ്റ് അല്ല. അതെ, ഓപ്പോസിറ്റ് തന്നെയാണ് എന്ന് ഞാൻ പറയില്ല. അല്ലെങ്കിൽ രാത്രിക്ക് ഇരുട്ടിന് പകൽ ഓപ്പോസിറ്റ് ആണോ? അല്ല, അതിന്റെ തുടർച്ചയാണ്. ആയിക്കോട്ടെ, നമ്മൾ ഓപ്പോസിറ്റ് ആണല്ലോ പറഞ്ഞു വരിക. അല്ലല്ലോ, അതെ, തുടർച്ചയാണെങ്കിലും രണ്ട് ഭാഗമല്ലേ, ഒന്ന് ഇരുട്ടും ഒന്ന് വെളിച്ചമാണോ? അങ്ങനെ കൂട്ടിയാൽ മതി, അങ്ങനെ കൂട്ടിക്കോ. ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് രണ്ട് രീതിയിലുള്ള ദൈവത്തിന്റെ എന്തോന്നുണ്ട്. ഒന്ന് ദൈവം മാറ്റാൻ പറഞ്ഞ് മാറ്റുന്നതും, മറ്റൊന്ന് ദൈവം നിശ്ചയിച്ച് മാറാൻ കഴിയില്ലാത്തതും. ദൈവത്തിനാൽ മാറ്റാൻ കഴിയാത്ത ആ അസുഖത്തിന് ഹസീനായി അടിച്ചു വന്നതിന് ആ മന്ത്രവാദി കുറ്റക്കാരനാണ്. അങ്ങനെയല്ല, മാറ്റാൻ കഴിയുന്ന ചില കാര്യങ്ങൾ മാത്രം നമ്മൾ മാറ്റിയെടുക്കുക. ചില അള്ളാഹുവിൻ്റെ ആയത്തുകൾ, ഇസ്മുകൾ, അല്ലെങ്കിൽ അവൻ്റെ പേരുകൾ കൊണ്ട് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഖുർആൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഔഷധമാണ്. ആ ഖുർആൻ ആയത്തുകൾ ഓതുന്നത് ഒരു 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 അസുഖത്തിന് ശിഫയാണ് എന്ന് വിശ്വസിക്കുന്നതാണ് മന്ത്രവാദം. അല്ലാതെ ആരെയും അടിച്ചു കൊല്ലുന്നതോ നിധി എടുത്തു കൊടുക്കുന്നതോ ഒന്നും മന്ത്രവാദമല്ല. ഇവിടെയാണ് ഇർഷാദ് മുന്നിലേക്ക് വെച്ച ഈ വാദത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതാണ് ആദ്യത്തെ ചോദ്യം. എന്തുകൊണ്ടാണ് മന്ത്രവാദം ഉണ്ടാകുന്നത്? കാരണം ദൈവത്തോടൊപ്പം തന്നെ ചെകുത്താനും ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും ദൈവത്തിനെ കൊണ്ട് സാധ്യമാകാത്തത് ചില സമയത്ത് മന്ത്രവാദം വഴി സാധ്യമാക്കേണ്ടതുണ്ട്, ചെകുത്താനെ അകറ്റി നിർത്താൻ. ഇത് തന്നെ സൃഷ്ടിക്കുന്ന മതത്തിന്റെ അതേ ലോജിക്ക് തന്നെയല്ലേ? ഇത് മതം തന്നെയാണ് അദ്ദേഹം കൂട്ടുപിടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം ആദ്യമേ പറഞ്ഞ കാര്യം, ദൈവത്തിന്റെ ഓപ്പോസിറ്റ് ചെകുത്താൻ, ഇത് തന്നെ വളരെ വിചിത്രമായിരിക്കുന്നു. കാരണം ദൈവത്തിന് തുല്യനായ ഒരു പ്രതിദ്വന്ദ്വമല്ല ചെകുത്താൻ. ശൈത്വാനിയ എന്നൊരു പദം ശരിക്കും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതും വിശ്വസിക്കുന്നതുമായ ഒരു സംഗതി അനുസരിച്ച് മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന ചില പ്രവണതകളും പ്രേരണകളും ഉണ്ട്. ഈ പ്രവണതകളെയും പ്രേരണകളെയും മാത്രമാണ് നമുക്ക് ശൈത്താനിയ എന്ന് അടയാളപ്പെടുത്താൻ സാധിക്കുക. ആരാണ് ശൈത്താൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനൽ ജിന്നത്തി വന്നാസ് എന്ന് ഖുർആനിൽ അവസാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ജിന്ന് കടന്നു വരും. തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ ഈ പറയുന്ന ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ഒരുപാട് ശൈത്താന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ അതായിത്തീരുകയാണ് എന്നാണ് മനസ്സിലാവുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ ഒരു പ്രതിദ്വന്ദ്വമാണ് ശൈത്താൻ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഐഹിക പ്രവർത്തനങ്ങൾക്ക് ഒരു കാര്യകാരണ ബന്ധം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കാര്യകാരണത്തിൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സംഭവിക്കുന്ന മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള എല്ലാ തകരാറുകൾക്കും പ്രതിവിധിയുണ്ട്. അതും ഈ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഈ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിവിധികൾ, ഭൗതികമായ മെറ്റീരിയലായ പ്രതിവിധികൾ ഞാൻ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് ദൈവം ഒരു അവലംബമാണ്. കാരണം ഈ പ്രതിവിധികൾക്ക് ആ ഒരു ശമന ശേഷി നൽകുന്നത് ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ഞാനും ഈ പ്രശ്നത്തിലൊക്കെ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം. ഇതെങ്ങനെയാണ് ഒരു അന്ധവിശ്വാസത്തിലേക്കോ മന്ത്രവാദത്തിലേക്കോ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനാണ് പ്രാർത്ഥിക്കുന്നത്.